വെട്ടുകൊണ്ട് മരിച്ചു വീണ ഉസ്മാൻ്റെ ശവശരീരം അവിടെ തന്നെ കിടന്നു. 2-3 ദിവസം അത് മറവ് ചെയ്യാൻ പോലും അനുവദിച്ചില്ല കലാപകാരികൾ. അവസാനം 3 ദിവസം കഴിഞ്ഞിട്ട് രാത്രി സ്ത്രീകളാണ് ആ മയ്യത്ത് എടുത്തുകൊണ്ട് ഖബറടക്കാനായിട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ജന്നത്തുൽ ബക്കി എന്ന് പറയുന്ന മുസ്ലിം ശ്മശാനത്തിൽ ഉസ്മാൻ്റെ ശവം മറവ് ചെയ്യാനും കലാപകാരികൾ അനുവദിച്ചില്ല. അവസാനം ജൂതന്മാർ ഉപേക്ഷിച്ചു പോയ ഒരു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ട് അടക്കം ചെയ്യേണ്ടി വന്നു അവർക്ക്. തമ്മാടിക്കുഴിയിൽ അടക്കി എന്ന് പറയുന്നത് പോലെ ജൂതന്മാരുടെ ശ്മശാനത്തിലാണ് ഖലീഫ ഉസ്മാനെ ഖബറടക്കിയത്. പിന്നീട് അത് മുആവിയുടെ കാലത്ത് അവിടുന്ന് മാന്തി അവിടുത്തെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ജന്നത്തുൽ ബക്കിയിൽ ഖബറടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 3-ാം ഖലീഫ ഉസ്മാൻ്റെ ദാരുണമായ കൊലപാതകത്തിൻ്റെ ചിത്രമാണ് ഈ പറഞ്ഞത്. അത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചതിന് കാരണം ഉസ്മാൻ്റെ അഴിമതിയും സ്വജനപക്ഷപാതവുമൊക്കെയാണ് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ഉസ്മാനെക്കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും സുന്നിപക്ഷ ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. ഞാൻ ഇതെല്ലാം വായിച്ചിട്ട് എനിക്ക് വരികൾക്കിടയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ഉസ്മാന് സ്വജനപക്ഷപാതവും അഴിമതിയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഉസ്മാൻ ഒരു സെക്യുലറായ മനുഷ്യനായിരുന്നു. ഉസ്മാൻ മുഹമ്മദ് നബിയുടെ കൂടെ കൂടിയിരുന്നത് മുഹമ്മദിൻ്റെ വെളിപാടുകളിലും ഖുർആനിലും ഒന്നും വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മുഹമ്മദിൻ്റെ പ്രവാചകത്വം ബോധ്യപ്പെട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ല, മറിച്ച് ഭൗതികമായ നേട്ടങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ട് അതിനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മുഹമ്മദിൻ്റെ കൂടെ കൂടിയതായിരുന്നു എന്നാണ് ഉസ്മാൻ്റെ ചരിത്രം മൊത്തം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഒരു മതഭ്രാന്തുള്ള ആളായിരുന്നില്ല ഉസ്മാൻ. മതഭ്രാന്തുള്ള ആളായിരുന്നു എങ്കിൽ മുഹമ്മദിൻ്റെ പ്രവാചകത്വത്തിലും ഖുർആൻ്റെ ദൈവികതയിലുമൊക്കെ വിശ്വാസമുള്ള ഒരാളായിരുന്നു ഉസ്മാൻ എങ്കിൽ ഒരിക്കലും അബ്ദുല്ല ഇബ്നു സഅദ് ഇബ്നു അബീ സർഹ് എന്ന തൻ്റെ ഈ മുലകുടി സഹോദരനെ സംരക്ഷിക്കുമായിരുന്നില്ല. കാരണം ആ മുലകുടി സഹോദരൻ സംരക്ഷിക്കപ്പെടുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ പ്രവചനവും മുഹമ്മദിൻ്റെ ആയത്തുമൊക്കെ വെള്ളത്തിലാവുകയാണ് ചെയ്യുന്നത് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതിനുള്ള വഴിയൊരുക്കിക്കൊണ്ട് ഉസ്മാൻ സ്വന്തം സഹോദരനെ രക്ഷിക്കുക മാത്രമല്ല, ആ സഹോദരനെ തൻ്റെ ഭരണകാലത്ത് ഈജിപ്തിലെ ഗവർണർ സ്ഥാനം നൽകിക്കൊണ്ട് ഭരണത്തിൻ്റെ ഏറ്റവും തലപ്പത്ത് കൊണ്ടേ കുടിയിരുത്തുക കൂടി ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഉസ്മാൻ ഒരു മതവിശ്വാസിയായിരുന്നു എന്ന് കരുതാനാവില്ല. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ കാര്യകാരണ സഹിതം എക്സ് മുസ്ലിമായി മതത്തിൽ നിന്ന് പുറത്തുപോയ ഒരാൾ തൽക്കാലം ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുനാഫിക്കായി അഭിനയിച്ചോ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം ഇസ്ലാമിലേക്ക് വന്ന തൻ്റെ സഹോദരനെ ഇത്രയും ഉന്നതമായൊരു സ്ഥാനം നൽകി അവരോധിച്ചുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഉസ്മാൻ ഒരു മതവിശ്വാസി ആയിരുന്നില്ല എന്ന് തന്നെയാണ്. മതവിശ്വാസിയും മതഭ്രാന്തനും ആയിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഉസ്മാനിലൂടെ പിന്നീട് ഇസ്ലാമിക ലോകത്ത് ആരംഭിക്കുന്നത് ഒരു സെക്യുലർ കാലഘട്ടമാണ്. സെക്യുലർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അർത്ഥമാക്കുന്ന തരത്തിലുള്ള പൂർണ്ണമായ സെക്യുലറിസമല്ല, മറിച്ച് മതഭ്രാന്തിൽ നിന്ന് മാറി മറ്റൊരു താരതമ്യേന സെക്യുലറായിട്ടുള്ള ഒരു ധാര ഇസ്ലാമിന് രൂപം കൊള്ളുകയും ആ ധാര ചരിത്രത്തിൽ ഇസ്ലാമിൻ്റെ മുഖ്യധാരയായി മാറുകയും ചെയ്തു എന്നതാണ് ഞാനിതിൽ കാണുന്ന പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചരിത്രത്തിൽ അഴിമതിക്കാരനാണെങ്കിൽ പോലും ഉസ്മാൻ്റെ പക്ഷത്താണ്, ഒരിക്കലും അലിയുടെ പക്ഷത്തല്ല. ഉസ്മാൻ്റെ കൊലപാതകത്തോടുകൂടി സ്വാഭാവികമായിട്ടും മറ്റൊരു വലിയ ഫിത്നയുടെ ആരംഭമായി. ഉസ്മാൻ്റെ രക്തത്തിന് പകരം ചോദിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. ഉസ്മാൻ്റെ കൊലയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അലിയും തൽഹത്തും സുബൈറും അടങ്ങുന്ന സംഘമാണ് എന്ന് ഏറെക്കുറെ എല്ലാവർക്കും വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ മറുപക്ഷത്ത് ആയിഷയെ പോലെയുള്ള ആളുകളും വന്നു, മുആവിയ ഉൾപ്പെടെയുള്ള ആളുകളും ഒക്കെ മറുപക്ഷത്ത് സജീവമാവുകയും ഉസ്മാൻ്റെ കൊലപാതകത്തിന് പകരം ചോദിക്കാൻ അവർ എല്ലാ നിലക്കും ഒരുങ്ങുകയും ചെയ്തു. ഉസ്മാൻ്റെ രക്തം പുരണ്ട ഷർട്ടും നായിലയുടെ മുറിഞ്ഞു വീണ വിരലുകളും കൊണ്ടുപോയി കൂഫയിലും ബസറയിലും ഒക്കെ കൊണ്ടുപോയി പ്രദർശനത്തിന് വെച്ചുകൊണ്ട് പ്രതികാരം ചെയ്യും, കിസാസ് കിസാസ് എന്ന് ആർത്തു വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ അവർ സംഘടിപ്പിച്ചു. ഉസ്മാൻ്റെ മരണശേഷം പിന്നെ തൽക്കാലം ഖലീഫ സ്ഥാനം ഏറ്റെടുക്കുന്നത് അലിയാണ്. അലിയെ ഖലീഫ സ്ഥാനം ഏൽപ്പിച്ചുവെങ്കിലും അലിക്ക് ഒരു ഖലീഫയുടെ അധികാരം
പൂർണ്ണമായും കയ്യിലെടുത്തുകൊണ്ട് ഇസ്ലാമിക സാമ്രാജ്യത്തെ ഭരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് പിന്നീടുള്ള ചരിത്രം. അലി ഖലീഫയാവുന്നതോടുകൂടി തൽഹത്തും സുബൈറുമൊക്കെ അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അലി അവരെ ഒന്നും സ്ഥാനം നൽകി അവരോധിച്ചില്ല. പകരം അലിക്ക് പ്രിയപ്പെട്ടവരെ അലി സ്ഥാനങ്ങൾ നൽകി. അതോടുകൂടി തൽഹയും സുബൈറുമൊക്കെ നേരെ മറുകണ്ഠം ചാടി അലിക്കെതിരായിട്ടുള്ള സംഘത്തിൽ ചേർന്നു. അവർ ആയിഷയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഉസ്മാനെ കൊന്നത് അലി തന്നെയാണ്. അതിന് മറുപടിയായിട്ട് അലി പറഞ്ഞത് ഉസ്മാനെ കൊന്നത് തൽഹത്തും സുബൈറുമാണ്. അങ്ങനെ തൽഹത്തിനും സുബൈറിനും അലിക്കും ഒക്കെ ഉസ്മാൻ്റെ കൊലപാതകത്തിലുള്ള പങ്ക് അവർ തന്നെ വെളിപ്പെടുത്തുന്ന രംഗങ്ങളൊക്കെ പിന്നീട് ചരിത്രത്തിൽ വന്നു. നിലവിലുണ്ടായിരുന്ന ഉസ്മാൻ്റെ കാലത്ത് നിലവിലുണ്ടായിരുന്ന ഉസ്മാൻ നിയോഗിച്ച ഗവർണർമാരെയൊക്കെ മാറ്റാനും അവിടെ തൻ്റെ ആളുകളെ തിരികെ കയറ്റാനും ഒരു ശ്രമം അലി നടത്തിയെങ്കിലും ആ ശ്രമം വിജയിച്ചില്ല. സിറിയയിലും ഈജിപ്തിലും ബസ്രയിലും കൂഫയിലുമൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ ഗവർണർമാർ സ്ഥാനമൊഴിയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും അലിക്കെതിരെ യുദ്ധം ചെയ്യാൻ സ്വന്തം സൈന്യത്തെ സജ്ജീകരിച്ചുകൊണ്ട് ഒരുങ്ങി നിൽക്കുകയാണ് ചെയ്തത്. അലിക്ക് ഈ സാമ്രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്നും തൻ്റെ അധികാരം പ്രയോഗിക്കാൻ കഴിഞ്ഞില്ല. ഈജിപ്തിലും സിറിയയിലും ആ സമയത്ത് ഭരണം നടത്തിയിരുന്നത് മുആവിയയാണ്. മുആവിയ എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ്റെ മകൻ. ആരാണ് അബൂ സുഫിയാൻ? മക്കം ഫത്തയിൽ നിവൃത്തിയില്ലാതെ കലിമ പോലും ചൊല്ലാതെ ഇസ്ലാമിൽ ചേർന്നു എന്ന് വരുത്തി തീർക്കുക മാത്രം ചെയ്ത, മക്കയിൽ മുഹമ്മദിനെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന, മുഹമ്മദിൻ്റെ ശത്രുപക്ഷത്തെ നേതാവായിരുന്ന, മുഹമ്മദിനെതിരായിട്ട് യുദ്ധം നയിച്ച അബൂ സുഫിയാൻ്റെ മകനാണ് മുആവിയ. ആ മുആവിയയാണ് ഈജിപ്തിൻ്റെയും സിറിയയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപ്രദേശങ്ങളുടെ ഭരണാധികാരിയായി ഉണ്ടായിരുന്നത്. മുആവിയയോട് ഭരണമൊഴിയാൻ അലി ആവശ്യപ്പെട്ടെങ്കിലും മുആവിയ അതിന് തയ്യാറായില്ല എന്ന് മാത്രമല്ല, അലിക്കെതിരായിട്ടുള്ള പടയൊരുക്കം ആരംഭിക്കുകയാണ് ചെയ്തത്. തൽഹത്തും സുബൈറും ആയിഷയുടെ കൂടെ കൂടിയതോടുകൂടി അവരും അലിക്കെതിരായിട്ട് പടനീക്കം തുടങ്ങി. അങ്ങനെ ആയിഷയും തൽഹയും സുബൈറും എല്ലാവരും കൂടെ ഒരു വലിയ സൈന്യത്തെ സംഭരിച്ച് അലിക്കെതിരായി യുദ്ധത്തിന് പുറപ്പെട്ടു. അലി വലിയൊരു സൈന്യത്തെ സംഭരിച്ചുകൊണ്ട് ഇങ്ങോട്ടും യുദ്ധത്തിന് പുറപ്പെട്ടു. അങ്ങനെ അലിയുടെ സൈന്യവും ആയിഷയുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൻ്റെ യുദ്ധത്തിൻ്റെ പേരാണ് ജമൽ യുദ്ധം. ആയിഷ സ്വയം ഒരു ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ട് യുദ്ധം നയിച്ച് അങ്ങോട്ട് മുന്നേറി. ആയിഷ ഒട്ടകപ്പുറത്ത് കയറി നടത്തിയ യുദ്ധമായതുകൊണ്ട് അതിനെ ജമൽ യുദ്ധം എന്ന് പറയുന്നു. ഈ ജമൽ യുദ്ധത്തിൽ ആയിഷയുടെയും അലിയുടെയും പക്ഷത്ത് നിന്നുകൊണ്ട് 10,000 മുസ്ലിങ്ങളാണ് പരസ്പരം വെട്ടി മരിച്ചത്. അപ്പോൾ ഫിത്ന അതിൻ്റെ പാരമ്യത്തിലെത്തി ഉസ്മാൻ്റെ മരണത്തോടുകൂടി എന്നർത്ഥം. ജമൽ യുദ്ധത്തിൽ അലിയാണ് ജയിക്കുന്നത്. സുബൈറും തൽഹത്തും ഉൾപ്പെടെ ആയിഷയുടെ പക്ഷത്തുണ്ടായിരുന്ന പ്രമുഖരെല്ലാം കൊല്ലപ്പെട്ടു. ആയിഷയെ കീഴടക്കി. ആയിഷ ഒട്ടകപ്പുറത്ത് നിന്ന് താഴെ വീണു. ആയിഷയെ കൊല്ലാൻ വേണ്ടി അലിയുടെ സൈനികർ ഓടിച്ചെന്നപ്പോഴേക്കും അലി ഓടി വന്ന് ആയിഷയെ രക്ഷപ്പെടുത്തി. ആയിഷയെ ഒരു വീട്ടുതടവുകാരിയെ പോലെ തിരിച്ച് വീട്ടിലെത്തിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അലി ആയിഷയെ കൊല്ലാൻ സമ്മതിച്ചില്ല. അങ്ങനെ അലിയുടെ ഔദാര്യത്തിലാണ് പിന്നീട് ആയിഷയുടെ ജീവൻ നിലനിർത്തി കിട്ടിയത്. ഇതാണ് പ്രവാചകൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട 2 പേരുടെ കഥ, ആയിഷയുടെയും അലിയുടെയും. 2 പേരും പ്രവാചകൻ്റെ വീട്ടിലുണ്ടായിരുന്ന, പ്രവാചകന് ഏറ്റവും പ്രിയപ്പെട്ടവരായിരുന്ന 2 വ്യക്തികൾ. അവർ തമ്മിൽ നടന്ന യുദ്ധത്തിലാണ് 10,000 സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടി മരിച്ച് നരകത്തിലേക്ക് പോയത്. നരകത്തിലേക്ക് പോയി എന്ന് ഞാൻ പറയാൻ കാരണം മുഹമ്മദ് നബിയുടെ ഹദീസ് അനുസരിച്ചാണ്. 2 സത്യവിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടിയാൽ 2 പേരും നരകത്തിലായിരിക്കും എന്ന് പറയുന്ന ഹദീസുകളുണ്ട്, സഹീഹായ ഹദീസുകളുണ്ട്. അങ്ങനെ ജമൽ യുദ്ധം അലി ജയിച്ചു. അതോടുകൂടി പിന്നെ മുആവിയക്കെതിരായിട്ടാണ് തിരിഞ്ഞത്. മുആവിയയുടെ സൈന്യത്തിനെതിരായിട്ട് അലി ഒരു പട നയിച്ചു. ആ സൈന്യം 2 പക്ഷത്തുമായിട്ട് ലക്ഷക്കണക്കിന് സൈനികരാണ് മുഖാമുഖം ഏറ്റുമുട്ടിയത്. ലക്ഷക്കണക്കിന് ആളുകൾ മുഖാമുഖം ഏറ്റുമുട്ടിയ ആ യുദ്ധത്തിൽ
അണിനിരന്നിരുന്ന ആളുകളുടെ പകുതിയോളം മരണപ്പെട്ടു. രണ്ട് പക്ഷത്തുമായി 10,000-ങ്ങളാണ് മരിച്ചു വീണത്. ആ യുദ്ധം സിഫീൻ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നു. മുആവിയയും അലിയും തമ്മിൽ നടന്ന യുദ്ധം. മുആവിയ അബൂ സുഫിയാൻ്റെ മകനായിരുന്നു. അലി മുഹമ്മദ് നബിയുടെ മകളുടെ ഭർത്താവും സ്വന്തം സഹോദരനും മുഹമ്മദിൻ്റെ വീട്ടിലെ അംഗവുമായിരുന്നു. ഘോരമായ യുദ്ധം നടന്ന് രണ്ട് പക്ഷവും ക്ഷീണിച്ചുപോയി. ഒരുപാട് ആളുകൾ മരിച്ചു. ആ ഒരവസരത്തിൽ യുദ്ധം കൊണ്ട് പ്രയോജനമുണ്ടാവില്ല എന്ന് ബോധ്യപ്പെട്ട അലി മുആവിയയുമായിട്ട് സന്ധിക്കൊരുങ്ങി. അങ്ങനെ സന്ധിയുടെ അടിസ്ഥാനത്തിൽ അലി തൽക്കാലം തൻ്റെ ഖിലാഫത്തും അധികാരവും വേണ്ടെന്ന് വെച്ച് സന്ധി ചെയ്ത് പിന്തിരിഞ്ഞു പോയി. ഖലീഫ അലി എന്നുള്ളിടത്തു നിന്ന് വെറും ഇമാം അലി എന്നിടത്തേക്ക് അലി സ്ഥാനം മാറി. അതോടുകൂടി അലിയുടെ കൂടെ കൂടിയിരുന്ന സൈന്യത്തിൽ നിന്നും വലിയൊരു വിഭാഗം ആളുകൾ അലിക്കെതിരായി തെറ്റിപ്പിരിഞ്ഞു പോയി. അലി ചെയ്തത് അങ്ങേയറ്റം ചതിയാണെന്നും അത് അനിസ്ലാമികമാണെന്നും പറഞ്ഞുകൊണ്ട് അലി പേടിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതായിരുന്നു എന്നും യുദ്ധം ചെയ്ത് ജയിക്കുകയോ ഷഹീദാവുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള വലിയൊരു വിഭാഗം സൈന്യം അലിയുടെ പക്ഷത്ത് നിന്നും മാറി വേറൊരു ഗ്രൂപ്പായി മാറി. അവർ അലിക്കെതിരായി. അലി മുസ്ലിമല്ല, മുആവിയ മുസ്ലിമല്ല, അമർ ഇബ്നു ആസ് മുസ്ലിമല്ല, ഇവരെല്ലാവരെയും കൊല്ലലാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിൻവാങ്ങി. നഹ്റുവാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരിയെ കൊന്ന് അവിടെ യുദ്ധം നടത്തി ആ പ്രദേശം അവർ പിടിച്ചെടുത്തു. ഈ തീവ്രവാദി ഗ്രൂപ്പാണ് ഖവാരിജികൾ എന്നറിയപ്പെടുന്നത്. ഇസ്ലാം ചരിത്രത്തിലെ ആദ്യത്തെ ഭീകരവാദികളുടെ ചാവേറുകളുടെ ഗ്രൂപ്പാണ് ഖവാരിജികൾ. ആ ഖവാരിജികൾ അലി പക്ഷത്തു നിന്നും തെറ്റിപ്പിരിഞ്ഞു പോയ തീവ്രവാദികളാണ്. അവർ സ്വന്തമായി ഒരു പ്രദേശം പിടിച്ചടക്കുകയും വലിയ അക്രമങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ അലിയുടെ സൈന്യവും അവരും തമ്മിൽ നടന്ന യുദ്ധമാണ് നെഹ്റുവാൻ യുദ്ധം. നെഹ്റുവാൻ യുദ്ധത്തിൽ അലി ജയിച്ചുവെങ്കിലും ഒരുപാട് ആളുകൾ അവിടെയും മരിച്ചു വീണു. അവസാനം ഈ ഖവാരിജികൾ ബാക്കിയുള്ള ആളുകൾ സംഘം ചേർന്ന് അവരെടുത്ത തീരുമാനം അനുസരിച്ച് അലിയും അംർ ഇബ്നു ആസും മുആവിയയും കൊല്ലപ്പെടേണ്ടതാണ് എന്ന് തീരുമാനിക്കുകയും അവരെ 3 പേരെയും കൊല്ലാൻ 3 ഗ്രൂപ്പുകളെയും തലവന്മാരെയും ചുമതലപ്പെടുത്തുകയും ചെയ്തു ഈ ഖവാരിജികൾ എന്ന് പറയുന്ന തീവ്രവാദികൾ. അതനുസരിച്ച് 3 ഓപ്പറേഷൻ നടന്നു. അതിൽ 2 പരാജയപ്പെട്ടു, 1 വിജയിച്ചു. വിജയിച്ച ഓപ്പറേഷനിൽ അലി കൊല്ലപ്പെട്ടു. പരാജയപ്പെട്ട ഓപ്പറേഷനിൽ നേരിയ പരിക്കോടുകൂടി മുആവിയ രക്ഷപ്പെട്ടു. അംർ ഇബ്നു ആസ് അന്ന് നിസ്കരിക്കുമ്പോൾ അംർ ഇബ്നു ആസിനെ വെട്ടിക്കൊന്നു. പക്ഷേ നിസ്കരിക്കാൻ നിന്ന് ഇമാമായി നിന്നത് അന്ന് അംർ ഇബ്നു ആസ് ആയിരുന്നില്ല. അയാൾക്ക് പകരക്കാരനായിട്ട് വേറൊരാളായിരുന്നു ഇമാമായി നിന്നത്. അതുകൊണ്ട് ആൾ മാറി വേറെ ആളെ വെട്ടിയതുകൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു, അംർ ഇബ്നു ആസ് രക്ഷപ്പെട്ടു. അങ്ങനെ അംർ ഇബ്നു ആസും മുആവിയയും ഈ ഭീകരവാദികളുടെ അക്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതേസമയത്ത് ഈ ഭീകരവാദികൾ അലിയെ കൊന്നു. അലി കുഫയിലുള്ള ഒരു പള്ളിയിൽ ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇമാമിൻ്റെ തൊട്ട് പുറകിലുള്ള വരിയിൽ വാളുമായിട്ട് ഒരു കൊലയാളി കാത്തുനിന്നു. അലി സുജൂദ് ചെയ്യുന്ന സമയം നോക്കിയിട്ട് വാളൂരിയിട്ട് വെട്ടി. അങ്ങനെ അലിയുടെ കഥയും അവിടെ അവസാനിച്ചു. ഇതാണ് 4 ഖലീഫമാരുടെ ചരിത്രം. അങ്ങനെ ഇസ്ലാമിലെ ഫിത്നയുടെ ആദ്യത്തെ രക്തസാക്ഷി അലിയുടെ ഭാര്യ ഫാത്തിമ, നബിയുടെ ഓമനപുത്രി ഫാത്തിമയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി സാക്ഷാൽ അലി തന്നെയായിരുന്നു എന്നും നമ്മളിപ്പോൾ കണ്ടു. ഈ ഖവാരിജികളിൽ നിന്നാണ് പിന്നീട് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ ഇസ്ലാമിക ഭീകരവാദ ചാവേർ സംഘങ്ങളും പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത്. ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ISIS ഉൾപ്പെടെയുള്ള എല്ലാ ചാവേർ ഭീകര സംഘടനകളുടെയും യഥാർത്ഥ ഉറവിടം ഈ ഖവാരിജ് മൂവ്മെൻ്റാണ്. അവരുടെ ആദ്യത്തെ ഇരയായി കൊല്ലപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷി, ഇസ്ലാമിൻ്റെ ഭീകരവാദത്തിൻ്റെ ആദ്യത്തെ രക്തസാക്ഷി സാക്ഷാൽ അലിയുമാണ്. ഭീകരവാദികൾ പള്ളിയും നിസ്കാരവുമാണ് ആളെ കൊല്ലാൻ പറ്റിയ ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് നിശ്ചയിച്ചതും ഈ സംഭവത്തോടു കൂടിയാണ്. കാരണം ഇവർ നടത്തിയിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും നമ്മൾ നോക്കിയാൽ അറിയാം, പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ സുജൂദ് ചെയ്യുന്ന നേരത്താണ് പോയി വെട്ടുന്നത്. കാരണം അപ്പോൾ പ്രതിരോധം ഉണ്ടാവില്ല, വളരെ സുഖമായിട്ട് വെട്ടിക്കൊല്ലാൻ പറ്റും. അപ്പോൾ മനുഷ്യനെ കൊല്ലാൻ ഏറ്റവും പറ്റിയ സ്ഥലം പള്ളിയാണെന്നും
മനുഷ്യനെ കൊല്ലാൻ ഏറ്റവും പറ്റിയ അവസരം സുജൂദാണ് എന്നും മനസ്സിലാക്കിയവരാണ് ഇസ്ലാമിക ഭീകരവാദികൾ. ഇന്നും നമ്മൾ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഇറാഖിലും സിറിയയിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. ഇതിനിടക്ക് മുഹമ്മദ് ബിൻ അബൂബക്കറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. അബൂബക്കറിൻ്റെ അവസാനത്തെ ഭാര്യയിലുണ്ടായ അവസാനത്തെ പുത്രൻ എങ്ങനെയാണ് അലി പക്ഷത്തെത്തിയത് എന്നത് ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു തമാശയാണ്. അബൂബക്കർ മരിച്ചതിന് ശേഷം അബൂബക്കറിൻ്റെ ഭാര്യയെ അലി കല്യാണം കഴിച്ചു. അമ്മോശാക്കാൻ്റെ ഭാര്യയെ മരുമകൻ കല്യാണം കഴിച്ചു. അങ്ങനെ കല്യാണം കഴിച്ചപ്പോൾ അലിക്ക് സ്ത്രീധനമായിട്ട് ഫ്രീ കിട്ടിയതാണ് അബൂബക്കറിൻ്റെ മകൻ മുഹമ്മദ്. ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടിയെ വളർത്തിയിരുന്നത് അലിയാണ്. അങ്ങനെ അലി വളർത്തിയുണ്ടാക്കിയ അലിയുടെ വളർത്തുപുത്രനും അബൂബക്കറിൻ്റെ യഥാർത്ഥ പുത്രനുമായിട്ടുള്ള മുഹമ്മദ് ബിൻ അബൂബക്കർ. ഈ മുഹമ്മദ് ബിൻ അബൂബക്കറാണ് ആദ്യം ഉസ്മാൻ്റെ തല പോയി പിടിച്ചത് എന്ന് ഞാൻ പറഞ്ഞു. ഈ മുഹമ്മദ് ബിൻ അബൂബക്കറിനെ ഈജിപ്തിലെ ഗവർണറെ മാറ്റിയിട്ട് അവിടെ ഗവർണറാക്കാൻ വേണ്ടി അലി അങ്ങോട്ട് ഒരു സൈന്യത്തെയും കൊണ്ട് പറഞ്ഞയച്ചു. പക്ഷേ മുആവിയ വഴിയിൽ വെച്ച് തന്നെ അവൻ്റെ സൈന്യത്തെ മൊത്തം വളഞ്ഞ് ഇട്ട് കൊന്നു തീർക്കുകയും ഈ മുഹമ്മദ് ബിൻ അബൂബക്കറിനെ പിടികൂടി വെട്ടിക്കൊന്ന് ഒരു ചത്ത കഴുതയുടെ കൂടെ കത്തിച്ചു കളയുകയും ചെയ്തു. ഒന്നാം ഖലീഫ അബൂബക്കറിൻ്റെ മകനെ അബൂ സുഫിയാൻ്റെ മകൻ മുആവിയ വെട്ടിക്കൊലപ്പെടുത്തി കഴുതയുടെ കൂടെ കത്തിച്ചു കളഞ്ഞു. അലിയുടെ മരണത്തോടു കൂടി, അലി പക്ഷത്തുള്ളവരുടെ എല്ലാവരുടെയും നാശത്തോടു കൂടി സമ്പൂർണമായ അധികാരങ്ങളും മുആവിയയുടെ കൈവശം വന്നു ചേർന്നു. ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ തന്നെ ഭരണാധികാരം മുഴുവനും മുആവിയയിൽ വന്നു ചേർന്നു. അതോടുകൂടി മുആവിയയിൽ നിന്നും അവരുടെ കുടുംബം, ഈ ഉമയ്യദ് എന്ന് പറയുന്ന കുടുംബം, അവരുടെ കുടുംബവാഴ്ച ആരംഭിക്കുന്നു. അങ്ങനെ ഉമയ്യദ് വംശത്തിൻ്റെ ഒരു പരമ്പരയാണ് പിന്നെ നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക സാമ്രാജ്യം കൈകാര്യം ചെയ്യുന്നത്. അബൂ സുഫിയാൻ്റെ സന്തതി പരമ്പരകളാണ് പിന്നീട് നൂറ്റാണ്ടുകൾ കാലം ഇസ്ലാമിനെ കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഇസ്ലാം മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തിൽ നിന്നും മുഹമ്മദ് നബിയുടെ രക്തബന്ധത്തിൽ നിന്നുമൊക്കെ മാറി മുഹമ്മദ് നബിയുടെ ശത്രുവായിരുന്ന അബൂ സുഫിയാൻ്റെ പാരമ്പര്യത്തിലേക്ക് വഴിമാറി മതഭ്രാന്ത് ഏറെക്കുറെ അവിടെ വെച്ചിട്ട് കുറഞ്ഞു. പകരം അതൊരു രാഷ്ട്രീയ സാമ്രാജ്യമായിട്ട് വികസിച്ചു. ആ വികസിച്ചു വന്ന ഇസ്ലാമാണ് ഇന്ന് ലോകത്താകെ വ്യാപിച്ചിട്ടുള്ള സുന്നി ഇസ്ലാം എന്ന് പറയുന്നത്. സുന്നി ഇസ്ലാമിനെ ഞാൻ ഷിയ ഇസ്ലാമിനേക്കാൾ ഇഷ്ടപ്പെടുന്നു. കാരണം സുന്നി ഇസ്ലാമിന് ഷിയ ഇസ്ലാമിൻ്റെ അത്രയും മതഭ്രാന്തില്ല. കാരണം ഒരു മതപരമായ പാരമ്പര്യത്തിൽ നിന്നല്ല സുന്നി ഇസ്ലാം വരുന്നത്, മറിച്ച് മുഹമ്മദ് നബിയുടെ ശത്രുക്കളായിരുന്ന, ഈ മതത്തിനോട് താല്പര്യമില്ലാതിരുന്ന, ഈ മതത്തിൽ വിശ്വാസമില്ലാതിരുന്ന തനി മുനാഫിക്കുകളായിരുന്ന ആളുകളാണ് ഇതിൻ്റെ തലപ്പത്ത് ഉസ്മാൻ മുതൽ ഇങ്ങോട്ടുള്ള കാലം ഇസ്ലാമിനെ കൈകാര്യം ചെയ്തു. അതിൽ നിന്നൊരു ചെറിയ പോർഷനായിട്ട് മാറിപ്പോയ ഷിയാപക്ഷം അലിയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഏതാണ്ട് വംശനാശത്തോടു കൂടി തന്നെ വളരെ ചെറുതായിപ്പോയി. പിന്നീട് അതിൽ നിന്ന് കുറച്ച് ഇമാമുകളുണ്ടായി. ആ ഇമാമുകളുടെ പരമ്പരയായിട്ട് ഷിയാക്കൾ എന്ന് പറഞ്ഞിട്ട് കുറച്ചൊരു വിഭാഗം മാത്രമാണ്, ഒരു 10% താഴെ മുസ്ലിങ്ങളാണ് ഇന്ന് ലോകത്ത് മുഹമ്മദിൻ്റെ പാരമ്പര്യവുമായിട്ട് മതഭ്രാന്തുമായിട്ട് നിലകൊള്ളുന്ന ഷിയ വിഭാഗം എന്ന് പറയുന്നത്. അല്ലാത്തവർ അത്രയും മതഭ്രാന്തില്ലാത്ത സുന്നി വിഭാഗമാണ് ഇസ്ലാമിക സമൂഹത്തിലെ 90%ത്തെയും പ്രതിനിധീകരിക്കുന്നത്. ഇതാണ് ഇസ്ലാം ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അലിയുടെ മരണത്തോടുകൂടി അവശേഷിച്ചിരുന്ന ഷിയ വിഭാഗക്കാർ അവരുടെ രണ്ടാമത്തെ ഇമാമായി അലിയുടെ മൂത്ത മകൻ ഹസനെ നിയോഗിച്ചു. ഹസൻ പക്ഷേ അധികകാലം ജീവിച്ചിരുന്നില്ല. ഹസനെ സ്വന്തം ഭാര്യ തന്നെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത്. അതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്ന് വ്യക്തമല്ല. അവിടെയും വലിയ ദുരൂഹതകൾ ഉണ്ട്. ഹസൻ്റെ മരണത്തോടുകൂടി ഷിയാക്കൾ പിന്നെ അവരുടെ മൂന്നാമത്തെ ഇമാമായി അലിയുടെ രണ്ടാമത്തെ പുത്രൻ ഹുസൈനെ നിയോഗിക്കുന്നു. അപ്പോഴേക്കും മുആവിയ തൻ്റെ മകനായ യസീദിനെ പിൻഗാമിയായി പ്രഖ്യാപിച്ചിരുന്നു. മുആവിയയുടെ മരണത്തിന് ശേഷം യസീദ് ഭരണം ഏറ്റെടുത്തു. യസീദ് മുആവിയയേക്കാൾ ഭീകരനും ക്രൂരനുമായിരുന്നു. യസീദ്
തൻ്റെ എതിരാളികളാവാൻ സാധ്യതയുള്ള എല്ലാവരെയും കൃത്യമായി തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. മക്കയിലും മദീനയിലും ഒന്നും ഹുസൈനെ പോലുള്ളവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. ഹുസൈനെയൊക്കെ കൊല്ലാനുള്ള പല ശ്രമങ്ങളും അതിനടുക്ക് നടന്നു. അവിടെയൊന്നും നിക്കക്കള്ളി ഇല്ലാതെ വന്നപ്പോൾ ഹുസൈൻ കൂഫയിലേക്ക് പോയി. കൂഫയിലുള്ള ആളുകൾ ഹുസൈൻ അവിടെ സുരക്ഷിതമായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ഷണിച്ച് കത്ത് കൊടുത്തയച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കൂഫയിലേക്ക് പുറപ്പെട്ടു. പക്ഷേ കൂഫയിലുള്ള ആളുകൾ തന്നെ ഹുസൈനെ ചതിക്കുകയാണോ ചെയ്തത് എന്ന് സംശയിക്കാവുന്ന വിധത്തിലുള്ള അനുഭവങ്ങളാണ് പിന്നീട് ഉണ്ടായത്. ഹുസൈൻ കൂഫയിലെത്തുന്നതിന് മുമ്പ് കർബല എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ യസീദിൻ്റെ ഒരു വലിയ സൈന്യം, ലക്ഷക്കണക്കിന് സൈനികരുള്ള ഒരു സൈന്യം ഇവരുടെ ചെറു സംഘത്തെ വളഞ്ഞിട്ടിട്ട് അവരെല്ലാവരെയും കൊന്നു കളഞ്ഞു. ഹുസൈനെ അതിക്രൂരമായിട്ട് അവിടെ ഇട്ട് കൊന്നതിന് ശേഷം ഹുസൈൻ്റെ തല അറുത്ത് ഒരു കുന്തത്തിൽ കുത്തി അവിടെ നിന്ന് മാർച്ച് ചെയ്ത് യസീദിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. പ്രവാചകൻ്റെ അരുമ പേരക്കുട്ടിയായിരുന്ന ഹുസൈൻ്റെ തലയറുത്ത് ആ തല കുന്തത്തിൽ നാട്ടി മാർച്ച് ചെയ്തുകൊണ്ട് അബൂ സുഫിയാൻ്റെ മകനായ യസീദിൻ്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കാഴ്ചവെച്ചു എന്നാണ് ചരിത്രം. ഈ കർബലയിൽ നടന്ന ഈ അതിക്രൂരമായ നിഷ്ഠൂരമായിട്ടുള്ള ഈ കൊലപാതകമാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി അവർ ഇന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. മുഹറ മാസത്തിലെ അഷൂറ എന്ന് പറയുന്ന ദിവസം ഹുസൈൻ്റെ കൊലപാതകം നടന്ന ദിവസമാണ് ലോകത്തുള്ള മുഴുവൻ ഷിയാക്കളും സ്വന്തം ശരീരം വെട്ടി മുറിവേൽപ്പിച്ചുകൊണ്ട് രക്തമൊഴുക്കിക്കൊണ്ട് ആ ദുഃഖം ആചരിച്ചു വരുന്നത്. ഈ ഹുസൈനെ കബറടക്കിയ പള്ളിയിലാണ് ഹജ്ജിന് സമാനമായിട്ടുള്ള ഷിയാ വിഭാഗക്കാരുടെ ആചാരങ്ങൾ നടക്കുന്നത്. അവിടെ ഹജ്ജിൻ്റെ സമയത്ത് ലബ്ബൈക്ക അല്ലാഹുമ്മ ലബ്ബൈക്ക എന്നാണ് ആർത്തു വിളിക്കുന്നതെങ്കിൽ അതേപോലെ ദശലക്ഷക്കണക്കിന് ഷിയാക്കൾ ഒരുമിച്ച് അവിടെ ആർത്തു വിളിക്കുന്നത് ലബ്ബൈക്ക യാ ഹുസൈൻ എന്നാണ്. അവർ ഹുസൈനെ ഇമാമ് എന്നതിനപ്പുറത്തേക്ക് ദൈവമായി കാണുന്ന തരത്തിലുള്ള ഒരു ഭ്രാന്തമായ ആരാധനയാണ് ഹുസൈൻ്റെ കാര്യത്തിൽ ഷിയാക്കൾ ഇന്നും വെച്ച് പുലർത്തുന്നത്. ഈ ഭ്രാന്താണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്ന ഷിയ ഇസ്ലാം എന്ന് പറയുന്നത്. ഹുസൈനെ കൊല്ലുമ്പോൾ തന്നെ ഹുസൈൻ്റെ കൂടെ ഉണ്ടായിരുന്നത് മക്കളും കുടുംബാംഗങ്ങളും മുഴുവനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും ദാരുണമായി കൊല്ലപ്പെട്ടു. ആ പരമ്പരയിൽ തന്നെ പിന്നീട് സുഖമില്ലാതിരുന്ന ബുദ്ധിമാന്യം ഉണ്ടായിരുന്ന സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഒരു ആൾ മാത്രമാണ് ആ അലിയുടെ സന്തതി പരമ്പരകളിൽ പിന്നീട് ജീവനോടെ ബാക്കിയുണ്ടായത്. ആ സൈനുൽ ആബിദീനിൽ നിന്നുള്ള പരമ്പര മാത്രമാണ് മുഹമ്മദ് നബിയുടെ പുത്രിയിൽ നിന്ന് ഉണ്ടായ പരമ്പരയായിട്ട് ലോകത്ത് പിന്നെ ബാക്കിയായത്. ബാക്കിയുള്ള എല്ലാത്തിനെയും വംശനാശം പോലെ തന്നെ കൊന്നൊടുക്കുകയാണ് മുആവിയയും യസീദും കൂട്ടരും ചെയ്തത്. ഹുസൈൻ്റെ കൂടി ഈ ഒരു മരണത്തോടെ ഇസ്ലാമിൻ്റെ സമ്പൂർണമായ ആധിപത്യം, ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ എല്ലാ അധികാരങ്ങളും ആധിപത്യവും മുആവിയ കുടുംബത്തിൻ്റെയും കയ്യിൽ വന്നു. അങ്ങനെ നൂറ്റാണ്ടുകളോളം ഈ അമവിയ വംശം ഇസ്ലാമിനെയും ഇസ്ലാമിക സാമ്രാജ്യത്തെയും ഭരിച്ചു. അവസാനം അതിനകത്തും ഒരുപാട് അമീറുൽ മുഅ്മിനീന്മാരായ ഖലീഫമാരും ഗവർണർമാരും ഇമാമുമാരും ഒക്കെ പിന്നീട് പരസ്പരം ഏറ്റുമുട്ടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ ഫിത്ന പിന്നെ അവിടെ നിന്നും തുടർന്നുകൊണ്ടേയിരുന്നു. ഏത് വിഭാഗത്തിലും ഇതുപോലുള്ള അന്തഛിദ്രങ്ങളും തമ്മിലടികളും നടന്നിട്ടുണ്ട്. അതിൻ്റെ പേരിൽ കൊലപാതകം നടന്നിട്ടുണ്ട്. പിന്നീട് ഒരുപാട് ഖലീഫമാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നൂറ്റാണ്ടിന് ശേഷം പിന്നീട് വേറൊരു വിഭാഗം ഷിയ വിഭാഗത്തിൽ നിന്ന് തന്നെ പിന്നെ അബ്ബാസികൾ എന്ന് പറയുന്ന വേറൊരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട്. ആ അബ്ബാസി കുടുംബം, അത് മുഹമ്മദ് നബിയുടെ മറ്റൊരു പിതൃവ്യനായിരുന്നു അബ്ബാസ്. ആ അബ്ബാസിൻ്റെ വംശപരമ്പരയിൽപ്പെട്ട ആളുകളിൽ നിന്ന് ഒരു വലിയ വിഭാഗം പിന്നീട് ഉയർത്തെഴുന്നേറ്റ് വന്നു. ആ അബ്ബാസികളാണ് പിന്നീട് ഉമവികളെ തകർത്തുകൊണ്ട് ഇസ്ലാമിൻ്റെ അധികാരം കൈക്കലാക്കുന്നത്. അബ്ബാസികളിലെ ആദ്യത്തെ വിപ്ലവകാരികൾ വന്നിട്ട് ഉമയ്യദ് കുടുംബത്തെ ഇതുപോലെ ഹുസൈൻ്റെ കുടുംബത്തെ അലിയുടെ കുടുംബത്തെ നശിപ്പിച്ചതുപോലെ തന്നെ വംശനാശം വരുത്തിക്കൊണ്ടാണ് അവർ അധികാരം പിടിച്ചെടുക്കുന്നത്. പിന്നീട് ദീർഘകാലം അബ്ബാസികളുടെ ഭരണമായിരുന്നു ഇസ്ലാമിൽ. ആ കാലത്തും ഒരുപാട്
അമീറുൽ മോമിനീന്മാരും റളിയല്ലാഹു അൻഹുമാരും പരസ്പരം ഏറ്റുമുട്ടി മരിച്ചതായിട്ട് കാണും. ഒരു കാലത്തും ഫിത്നയ്ക്ക് യാതൊരു കുറവും ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഈ രണ്ട് വംശത്തിലുമായിട്ട് അമവി അബ്ബാസി വംശത്തിലായിട്ട് വളരെ പ്രഗത്ഭരായിട്ടുള്ള നിരവധി ഖലീഫമാർ തന്നെ മുസ്ലിങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മരിച്ചിട്ടുണ്ട്. മർവാൻ, ഉമർ ബിൻ അബ്ദുൽ അസീസ്, വലീദ് ബിൻ യസീദ്, ഇബ്രാഹിം ബിൻ വലീദ് തുടങ്ങിയിട്ടുള്ള നിരവധി ആളുകൾ ഫിത്നയിൽ കൊല്ലപ്പെട്ടവരാണ്. എല്ലാ ഫിത്നയിലും ഇരുപക്ഷത്തുള്ളവരും ഉയർത്തിയ മുദ്രാവാക്യം അല്ലാഹു അക്ബറാണ്. എല്ലാ ഫിത്നയിലും രണ്ടു കൂട്ടരുടെയും കയ്യിലുണ്ടായിരുന്നത് വിശുദ്ധ ഖുർആനാണ്. മുആവിയയും അലിയും തമ്മിൽ നടന്ന സിഫീൻ യുദ്ധത്തിൽ ആ യുദ്ധം ഏതാണ്ട് അലി ജയിക്കുമെന്ന ഘട്ടത്തിൽ ഖുർആൻ എടുത്തിട്ട് ഒരു തരികിട കളിക്കുകയാണ് അവസാനത്തെ അടവായിട്ട് മുആവിയ ചെയ്തത്. ആ അടവിൽ മുസ്ലിം സൈന്യത്തിൻ്റെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാവുകയും അതിൻ്റെ പേരിലാണ് അലിക്ക് പിന്തിരിയേണ്ടി വന്നതും സന്ധി ചെയ്യേണ്ടി വന്നതും. അവിടെയും ഖുർആനാണ് ഉപയോഗപ്പെടുത്തിയത്. ഇന്നിപ്പോൾ ഇസ്ലാമിൻ്റെ തീവ്രവാദികളായിട്ടുള്ള ഭീകരവാദികളായിട്ടുള്ള ISIS, അതുപോലെ താലിബാൻ, ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ വിമർശിക്കുമ്പോൾ നമ്മുടെ സമാധാനപ്രിയരായ മുസ്ലിം സുഹൃത്തുക്കൾ പറയാറുള്ളത് അവരൊന്നും ഇസ്ലാമല്ല എന്നതിൻ്റെ തെളിവാണ് അവർ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്നു എന്നത്. അങ്ങനെ മുസ്ലിങ്ങളെ തന്നെ കൊല്ലുന്ന മുസ്ലിം ഭീകരവാദം ഇസ്ലാമുമായി ബന്ധമില്ല എങ്കിൽ ഉസ്മാൻ്റെ കാലം തൊട്ട് ഇന്നുവരെ നടന്നിട്ടുള്ള ഒരു ഇസ്ലാമിക ഭരണത്തിലും ഇസ്ലാം ഉണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം. കാരണം എല്ലായിടത്തും മുസ്ലിങ്ങൾ തന്നെയാണ് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊന്നിട്ടുള്ളത്. മുസ്ലിങ്ങളല്ലാത്തവർ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കാളും കൊലപാതകങ്ങളെക്കാളും കൂടുതൽ എണ്ണം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങൾ പല വിഭാഗങ്ങളായി പരസ്പരം ഏറ്റുമുട്ടിയതിൻ്റെ ഫലമായിട്ടാണ്. ഫിത്നയിൽ കൊല്ലപ്പെട്ടവരാണ് ജിഹാദിൽ കൊല്ലപ്പെട്ടവരെക്കാൾ കൂടുതൽ എന്നർത്ഥം. ഇത് നബി മരിച്ചു വീണ നിമിഷം മുതലാണ് ഫിത്ന ആരംഭിക്കുന്നത്. ആ ഫിത്ന അവസാനിച്ചിട്ടില്ല, ഇന്നും തുടരുന്നു. മറ്റുള്ള അക്രമങ്ങളും യുദ്ധങ്ങളും വെട്ടിപ്പിടുത്തങ്ങളും ഒക്കെ ലോകത്ത് അവസാനിച്ചെങ്കിലും മുസ്ലിങ്ങൾ പരസ്പരമുള്ള ഫിത്ന ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ മുകളിൽ ഇരുന്ന് കുർസിൽ കാലും വെച്ച് അറസിൽ മലർന്നിരുന്ന് ചിരിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. അയാളുടെ പേരാണ് അള്ളാഹു. അയാളുടെ കൂടെ ഉണ്ടായിരുന്ന അബാബീൽ പക്ഷികളെ ഒന്നും ഇന്ന് നമ്മൾ എവിടെയും കാണുന്നില്ല. അയാളുടെ കൂടെ യുദ്ധത്തിൽ ഇറങ്ങി വന്ന് സഹായിച്ചിരുന്ന മലക്കുകളെയും എവിടെയും നമ്മൾ കണ്ടില്ല. പ്രവാചകൻ്റെ അരുമ സന്തതികളും പ്രവാചകൻ്റെ ഓമനപുത്രിയും പ്രവാചകൻ്റെ പത്നിയും പ്രവാചകൻ്റെ സഹോദരനും മരുമകനും ഇവരെല്ലാവരും പരസ്പരം ഏറ്റുമുട്ടി കഴുത്ത് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അള്ളാഹുവിൻ്റെ അബാബീൽ പക്ഷികളോ അള്ളാഹുവിൻ്റെ മലക്കുകളോ അള്ളാഹുവോ തങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് പോലും കാണിക്കാതെ ഏതോ ആകാശത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുകയായിരുന്നു. ഇനി ഈ ഫിത്നയിൽ നിന്ന് സാക്ഷാൽ മക്കയും മദീനയും രക്ഷപ്പെട്ടിട്ടുണ്ടോ, കഅബ രക്ഷപ്പെട്ടിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വസ്തുത. കഅബയിലും മദീനയിലും രക്തം ചിന്താൻ പാടില്ല, പുല്ലുപോലും പറിക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിയമം. എന്നാൽ ഈ കഅബയിൽ തന്നെ എത്രയോ തവണ വലിയ രക്തച്ചൊരിച്ചിലുണ്ടായിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ നടന്ന അത്തരത്തിലുള്ളൊരു രക്തച്ചൊരിച്ചിലിൻ്റെ കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു സംസാരം അവസാനിപ്പിക്കാം. 10-ാം നൂറ്റാണ്ടിൽ ബഹ്റൈനിൽ ഭരിച്ചിരുന്ന അബൂ താഹിർ എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ, അയാൾ ഈ ഹജ്ജും കഅബയും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ട് അസൂയപ്പെട്ടിട്ട് തനിക്കും അതുപോലെ ഒരു ഏർപ്പാട് ഇവിടെ തുടങ്ങണമെന്ന് വിചാരിച്ച് ബഹ്റൈനിൽ ഒരു കഅബ ഉണ്ടാക്കി. എന്നിട്ട് മക്കയിലെ കഅബ തകർക്കാനായിട്ട് ആയിരക്കണക്കിന് സൈന്യത്തെയും കൊണ്ട് മക്കയിലേക്ക് മാർച്ച് ചെയ്തു. മക്കയിൽ പോയിട്ട് മക്ക വളഞ്ഞു, കഅബ വളഞ്ഞിട്ട് മാസങ്ങളോളം ഉപരോധിച്ച് ഹജ്ജിനെത്തിയിരുന്ന 10,000 ഹാജിമാരെ വെട്ടി നുറുക്കി കൊന്ന് കുറേ എണ്ണത്തിനെ സംസം കിണറിൽ കൊണ്ടുപോയിട്ട് സംസം കിണർ നിറഞ്ഞ് കവിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ കഅബയ്ക്ക് ചുറ്റും കൂട്ടിയിട്ട് മല പോലെ മയ്യത്ത് കുന്നുകൂടി കിടന്നു എന്ന് പറയുന്നത്. ചോരപ്പുഴയിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുകയായിരുന്നു കഅബ എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ കഅബ തച്ച് പൊളിച്ച് അതിൻ്റെ മൂലയിലുണ്ടായിരുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ല് ചാക്കിൽ കെട്ടി ബഹ്റൈനിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഉണ്ടാക്കിയ കഅബേൻ്റെ മൂലയിൽ പ്രതിഷ്ഠിച്ചിട്ട് അവിടെ ഹജ്ജ് തുടങ്ങി. പക്ഷേ ആ കച്ചവടം വേണ്ടത്ര ക്ലച്ച് പിടിച്ചില്ല.
അവസാനം ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും മുസ്ലിങ്ങളുടെ വലിയ പ്രതിഷേധവും എതിർപ്പും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് 20 കൊല്ലത്തോളം ഈ കല്ല് ബഹ്റൈനിൽ സൂക്ഷിച്ചു. എന്നിട്ട് അത് അടിച്ച് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടിയിട്ട് ബാഗ്ദാദിലെ തെരുവിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞു എന്നാണ് പറയുന്നത്. 10-22 കൊല്ലത്തോളം ഈ മക്കയിലെ കായബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ആ പൊട്ടിച്ച് എറിഞ്ഞ കഷ്ണങ്ങൾ പിന്നെ ആരൊക്കെയോ അവിടുന്ന് പെറുക്കിയെടുത്തിട്ട് ഒട്ടിച്ച് ഒരു വെള്ളീൻ്റെ കൂട്ടിലൊക്കെ ആക്കി കുടുക്കിയിട്ടിട്ട് വീണ്ടും മക്കയിൽ കൊണ്ടുവന്ന് കായബയുടെ മൂലയിൽ പ്രതിഷ്ഠിച്ചു. ഇന്ന് മുസ്ലിങ്ങൾ പോയി മുത്തുന്ന ഹജറുൽ അസ്വദ് 9-10 കഷ്ണങ്ങൾ ഒട്ടിച്ച് അവിടെ അന്ന് വിളക്കി ചേർത്ത് വെച്ചതാണ് എന്നാണ് പറയുന്നത്. ഇത് 10-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്. പിന്നീട് നമ്മുടെ ഇറാനിലെ വിപ്ലവം നടന്നതിന് ശേഷം എൻ്റെയൊക്കെ ഓർമ്മയിലുള്ള സംഭവമാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഇറാനിൽ നിന്നും ഷിയാക്കളായിട്ടുള്ള ഒരു പറ്റം ഭീകരവാദികൾ, 500 ഭീകരവാദികൾ AK-47 തോക്കുമായി വന്ന് കായബ പിടിച്ചെടുത്ത് കായബയുടെ എല്ലാ മിനാരത്തിൻ്റെ മുകളിലും കയറിയിരുന്ന് ഒരുപാട് ആൾക്കാരെ വെടിവെച്ച് കൊന്ന് ഒരു ഭീകരത നടത്തി. അവസാനം സൗദി സൈന്യം അവിടെ കയറിയിട്ട് വെടിവെച്ച് കായബയൊക്കെ ആ വെടിയിൽ ഒരുപാട് തകർന്നു പോയി. ആ ഭീകരന്മാർ മുഴുവൻ കൊല്ലപ്പെട്ട ഒരു സംഭവം ഒരു 25-30 കൊല്ലം മുമ്പ് നടന്നതാണ്. ഇറാനിലെ വിപ്ലവം നടന്നതിന് ശേഷമാണ് ആ സംഭവം എനിക്കൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുള്ള സംഭവമാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത കാലം വരെയും ഫിത്ന കായബക്കുള്ളിൽ വരെ നടന്നിട്ടുണ്ട് എന്നർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ചരിത്രം തന്നെ ചിന്തിക്കുന്നവർക്ക് ഒന്നൊന്നര ദൃഷ്ടാന്തമാണ്. ഇതിനപ്പുറം ഈ മതത്തിൻ്റെ പിന്നിൽ ദൈവവും ദൈവത്തിൻ്റെ വെളിപാടുമൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് എത്രമാത്രം ഭീകരമായ മണ്ടത്തരമാണ് എന്ന് തന്നെയാണ് ഈ ചരിത്രവും തെളിയിക്കുന്നത്.